വെൽക്കം ടു ഓൺലൈൻ ബോട്ടണി ക്ലാസ്സസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ പോളിനേഷൻ വരെയായിരുന്നു നോക്കിയിരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. പോളിനേഷൻ പഠിച്ചപ്പോൾ സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഈ സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാനും ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ട് പ്ലാന്റ്സ് അഡോപ്റ്റ് ചെയ്ത കുറച്ച് ഡിവൈസസ് ആണ് outbreeding devices. Majority of flowering plants produce hermaphrodite flowers and undergo autogamy. Continued self-pollination result in inbreeding depression. ഒരുപാട് ഫ്ലവേഴ്സ് ഹെർമാഫ്രോഡൈറ്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ പഠിച്ചതാണ്. ബൈസെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും സെയിം ഫ്ലവറിൽ തന്നെ പ്രസൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനാണ് ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് ഓട്ടോഗമിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്, അതായത് സെൽഫ് പോളിനേഷൻ. കണ്ടിന്യൂ ആയിട്ട് ഈ സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ അവിടെ ഒരു ഇൻബ്രീഡിംഗ് ഡിപ്രഷന് അത് കാരണമാകാം. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ദ പ്രൊഡക്ഷൻ ട്രയഡ്സ് ഡ്യൂ ടു ഇൻബ്രീഡിംഗ്. ഇൻബ്രീഡിങ് കാരണമുണ്ടാകുന്ന പ്രൊഡക്ഷൻ ട്രയഡ്സിലെ ഡിക്രീസിനെയാണ്, അതായത് പ്രൊഡക്ഷൻ ട്രയഡ്സ് കുറയുന്ന പ്രോസസ്സാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രയഡ്സ് ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിക്രീസ് ചെയ്യുന്നു. അതിന് ആ ലെവലൊക്കെ ഡിക്രീസ് ചെയ്യുന്നതാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഡെവലപ്ഡ് മെനി ഡിവൈസസ് ടു ഡിസ്കറേജ് self-pollination and to encourage cross-pollination. Such devices are called outbreeding devices. മുൻപ് പറഞ്ഞതുപോലെ സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാനും ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ് ആണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. ഫോളോയിങ് ആർ ദ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. കുറച്ച് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് pollen release and stigma receptivity are not synchronized. കുറച്ച് പ്ലാന്റ്സിൽ പോളൻ റിലീസും സ്റ്റിഗ്മയുടെ റിസപ്റ്റിവിറ്റിയും ഒരേ ടൈമിൽ നടക്കില്ല. എയ്തർ ദ പോളൻ റിലീസ്ഡ് ബിഫോർ ദ സ്റ്റിഗ്മ ബിക്കംസ് റിസെപ്റ്റീവ് ഓർ സ്റ്റിഗ്മ ബിക്കംസ് റിസെപ്റ്റീവ് മച്ച് ബിഫോർ ദ റിലീസ് ഓഫ് പോളൻ. ഒന്നുകിൽ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആകുന്നതിന് മുൻപേ പോളൻ്റെ റിലീസ് നടക്കുന്നു, അല്ലെങ്കിൽ പോളൻ റിലീസ് ചെയ്തതിന് ശേഷം സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്നു. ഇങ്ങനെ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് കാരണം അവിടെ സെയിം ഫ്ലവറിലോട്ട് തന്നെ അതേ ഫ്ലവറിൻ്റെ ആന്തർ, അതേ സ്റ്റിഗ്മയിലോട്ട് തന്നെ അതേ ഫ്ലവറിൻ്റെ ആന്തർ വീഴാതെ അവിടെ അങ്ങനെ ഒരു സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. രണ്ടാമത്തെ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ആണിത്. ആന്തറും സ്റ്റിഗ്മയും ഡിഫറെൻറ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തിരിക്കും. സെയിം ഫ്ലവറിലെ തന്നെ ആന്തറും സ്റ്റിഗ്മയും തമ്മിൽ പൊസിഷനിൽ ഡിഫറൻസ് ഉണ്ടാകും. തേർഡ് വൺ ഇസ് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി. സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി മീൻസ് ഇന്നബിലിറ്റി ഓഫ് എ പ്ലാന്റ് വിത്ത് ഫങ്ഷണൽ പോളൻ ടു സെറ്റ് സീഡ്സ് വെൻ സെൽഫ് പോളിനേറ്റഡ്. ഒരു പ്ലാന്റിൻ്റെ ഇന്നബിലിറ്റിയാണ് ഫങ്ഷണൽ പോളൻ്റെ സെയിം ഫ്ലവറിൽ തന്നെ ആ ഫ്ലവറിലെ പോളൻ വീണ് സീഡ് സെറ്റ് ഉണ്ടാകാതിരിക്കാനുള്ള ഇന്നബിലിറ്റിയാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദിസ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ആൻഡ് പ്രിവെൻറ്റ്സ് സെൽഫ് പോളിനേഷൻ. ദെൻ ഫോർത്ത് വൺ ഇസ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഇവിടെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? എന്തായാലും ക്രോസ് പോളിനേഷനെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് നടത്തുകയുള്ളൂ. ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സിൽ മാത്രമേ സെൽഫ് പോളിനേഷൻ നടക്കുള്ളൂ. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമേ ആ ഫ്ലവറിൽ പ്രസൻ്റ് ആയിരിക്കുള്ളൂ. സോ മറ്റൊരു ഫ്ലവറിൽ നിന്ന് മാത്രമേ പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉള്ളൂ. അതിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് കാസ്റ്റർ ആൻഡ് മെയ്സ്. കാസ്റ്റർ മീൻസ് ആവണക്ക് ആൻഡ് മെയ്സ് നമുക്കറിയാം മൊണോഷ്യസ് ആണ്. ഈ കാസ്റ്ററും മെയ്സും മൊണോഷ്യസ് ഫ്ലവേഴ്സ് ആണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ഓട്ടോഗമി നോട്ട് ജെറ്റിനോഗമി. ഓട്ടോഗമി എന്താണെന്നും ജിറ്റ്നോഗമി എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഓട്ടോഗമിയെ
പ്രിവെൻറ്റ് ചെയ്യുന്നു. ബട്ട് ജെയ്റ്റിനോഗമിയെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ മൊണോഷ്യസ് ഫ്ലവേഴ്സ് കൊണ്ട് സാധിക്കുന്നില്ല. ജെയ്റ്റിനോഗമി മീൻസ് സെയിം പ്ലാന്റിലെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ നടക്കുന്ന പോളിനേഷൻ. അപ്പോൾ ഇത് മൊണോഷ്യസ് ആയത് കാരണം സെയിം പ്ലാന്റിൽ തന്നെ ഡിഫറെൻറ്റ് സെക്സസിലുള്ള ഫ്ലവേഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബട്ട് ഇൻ പപ്പായ പ്രിവെൻറ്റ്സ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ജെയ്റ്റിനോഗമി. പപ്പായ എന്ന് പറയുന്നത് ഒരു ഡയോഷ്യസ് പ്ലാന്റ് ആണ്. പപ്പായ പ്ലാന്റിൽ എങ്ങനെയാണ് സെപ്പറേറ്റ് പ്ലാന്റ്സ് അവിടെ പ്രസൻ്റ് ആണ്. മെയിൽ പ്ലാന്റ് ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സ് ആർ പ്രസൻറ്റ്. സോ ദാറ്റ് പ്രിവെൻറ്റ്സ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ജെയ്റ്റിനോഗമി. അവിടെ നടക്കുന്നത് എന്തായിരിക്കും? സിനോഗമി ആയിരിക്കും. Then next one is pollen pistil interaction. Outbreeding devices കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ള പോർഷനാണ് pollen pistil interaction. Pollen pistil interaction is a sequence of events that occur from the time of pollen deposition over the stigma till the time of entry of pollen tube inside the ovule. Pollen pistil interaction എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഇവൻറ്റ് നടക്കുന്ന പ്രോസസ്സാണ്. ഒരു സ്റ്റിഗ്മയുടെ ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പോളൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് മുതൽ പോളൻ ട്യൂബിൻ്റെ എൻട്രി വരെ, അതായത് അതിൻ്റെ ഒവ്യൂളിനകത്തോട്ട് പോളൻ ട്യൂബിൻ്റെ എൻട്രി വരെയുള്ള പ്രോസസ്സുകളുടെ ഒരു സീക്വൻഷ്യൽ പ്രോസസ്സാണ് പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ. Pollination does not guarantee the transfer of the right type of pollen of the same species as the stigma. ഇപ്പോൾ പോളിനേഷനിൽ പല ടൈപ്പിൽ പോളിനേഷൻ നടക്കാം. അപ്പോൾ ഒരു സ്റ്റിഗ്മയിൽ വീഴുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കോമ്പാക്റ്റബിളായ പോളൻ ആണോ എന്നത് ഒരിക്കലും ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല. The pistil has the ability to recognize the pollen whether it is of compatible or non-compatible. Compatible means അതിന് പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളൻ ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പിസ്റ്റിലിനുണ്ട്. ഇറ്റ് ഈസ് ഓഫ് റൈറ്റ് ടൈപ്പ്. ദ പിസ്റ്റിൽ അക്സെപ്റ്റ്സ് ദ പോളൻ ആൻഡ് പ്രൊമോട്ട്സ് ഫെർട്ടിലൈസേഷൻ. അതിന് റൈറ്റ് ടൈപ്പിലുള്ള പോളൻ ആണെങ്കിൽ, അതായത് കമ്പാറ്റബിൾ ആയിട്ടുള്ള പോളൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പിസ്റ്റിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഫെർട്ടിലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി if the pollen is wrong type, the pistil rejects the pollen by preventing the pollen germination on the stigma. അത് ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള പോളൻ ആണ് ഈ സ്റ്റിഗ്മയിൽ വീഴുന്നതെങ്കിൽ പിസ്റ്റിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നു, പോളൻ ജെർമിനേഷൻ നടത്താതെ ഫെർട്ടിലൈസേഷൻ റിജക്റ്റ് ചെയ്യുന്നു. The ability of the pistil to recognize the pollen followed by its acceptance or rejection is the result of a continuous dialogue between pollen grain and pistil. This dialogue is mediated by chemical components like boron, sucrose level, etc. കുറച്ച് കെമിക്കൽ കോമ്പണൻസിൻ്റെ സഹായത്തോടെ നടക്കുന്ന ഒരു കണ്ടിന്യൂവസ് ഡയലോഗ്, അതായത് കണ്ടിന്യൂവസ് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് അവിടെ പിസ്റ്റിലിന് എന്ത് എബിലിറ്റി കിട്ടുന്നത്? അതിനെ റിക്കഗ്നൈസ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും, അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും ഉള്ള അബിലിറ്റി പിസ്റ്റിലിന് ലഭിക്കുന്നത്. Following compatible pollination, the pollen grain germinates on the stigma to produce a pollen tube through one of the germ pores. ഇനി സ്റ്റിഗ്മ അതിനെ അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ ചെയ്യാനുള്ള അബിലിറ്റി ഉള്ളതാണ്. സോ അതിനെ റിക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് കരുതുക. അപ്പോൾ അത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള പോളനാണ് ഇപ്പോൾ ഒരു സ്റ്റിഗ്മയിൽ വീണിട്ടുള്ളത്. ഇങ്ങനെ കോമ്പാറ്റബിൾ പോളിനേഷനെ ഫോളോ ചെയ്ത് നോക്കിയാൽ ദ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ്സ് ഓൺ ദ സ്റ്റിഗ്മ. അവിടെ വീണ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വെച്ച് ജെർമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ പോളൻ ഗ്രെയിനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിലുള്ള ജേം പോസിൽ കൂടെ ഒരു പോളൻ ട്യൂബ് പുറത്തേക്ക് വളരുന്നു. ദെൻ ദ കണ്ടൻസ് ഓഫ് ദ പോളൻ ഗ്രെയിൻ മൂവ് ഇൻ ടു ദ പോളൻ ട്യൂബ്. ഈ പോളൻ ഗ്രെയിൻസിനകത്തുള്ള കണ്ടൻസ്, അതിൻ്റെ സൈറ്റോപ്ലാസം, അതിൽ ന്യൂക്ലിയസ് ഉണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചതാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് എങ്ങനെ പോളൻ ട്യൂബ് വഴി പോളൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യുന്നു. ദെൻ പോളൻ ട്യൂബ് ഗ്രോസ് ത്രൂ ദ ടിഷ്യൂസ് ഓഫ് ദ സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ആൻഡ് റീച്ചസ് ദ ഓവറി. ഈ പോളൻ ട്യൂബ് സ്റ്റിഗ്മയിൽ നിന്ന് ഗ്രോ ചെയ്യുന്നു, സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈലിലോട്ട്, ദെൻ സ്റ്റൈലിൽ നിന്ന് നേരെ ഓവറിയിലെത്തുന്നു. ദെൻ ഇൻ സം പ്ലാന്റ്സ് pollen grains shed at 2 cell stage
എ വെജിറ്റേറ്റീവ് സെൽ ആൻഡ് എ ജനറേറ്റീവ് സെൽ. ഇനി ചില പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസ് 2 സ്റ്റെൽഡ് സ്റ്റേജ് ആകുമ്പോഴാണ് ഷെഡ് ചെയ്യുന്നത്. അത് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെല്ലാണ്. മുൻപ് പഠിച്ചതുപോലെ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലുമാണ് ഒരു പോളൻ ഗ്രെയിനിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ in such plants, the generative cell divides and form 2 male gametes. ഈ സെല്ലിനകത്ത് നടക്കുന്ന പ്രോസസ്സ് ഇവിടെ ഉണ്ടായിരുന്ന വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെല്ലിലെ ജനറേറ്റീവ് സെൽ വീണ്ടും 2 മെയിൽ ഗമീറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മുൻപ് 2 സെൽഡ് സ്റ്റേജ് ആയിരുന്നു. 2 സെൽഡ് സ്റ്റേജിൽ ഇരിക്കുമ്പോഴായിരുന്നു അത് ഷെഡ് ചെയ്തത്. പിസ്റ്റിലിൽ വീണ് അല്ലെങ്കിൽ സ്റ്റിഗ്മയിൽ വീണ് അത് പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്തു. ഈ സമയത്ത് ജനറേറ്റീവ് സെൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നു. In plants which shed pollen in the 3-celled condition, pollen tubes carry the 2 male gametes from the beginning. ഇനി 3-celled കണ്ടീഷനിൽ പോളൻ ഷെഡ് ചെയ്യുന്ന ഒരു പ്ലാന്റിൽ നടക്കുന്നത് പോളൻ ട്യൂബ്സിൽ ബിഗിനിങ്ങിലെ 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവും. അവിടെ 3-celled സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു വെജിറ്റേറ്റീവ് സെൽ ആൻഡ് 2 മെയിൽ ഗമീറ്റ്സ് ആണ്. അപ്പോൾ 2-celled സ്റ്റേജിലുള്ള ഒരു പ്ലാന്റ് പോളൻ ഷെഡ് ചെയ്ത് 2-celled സ്റ്റേജിലാണെങ്കിൽ അവിടെ ഒരു ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ടാകും. ഇതിൽ ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗമീറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബട്ട് ഇൻ 3-celled കണ്ടീഷൻ pollen tubes carry the 2 male gametes from the beginning. Pollen tube, after reaching the ovary, enters the ovule through the micropyle and then enters one of the synergids through the filiform apparatus. ഇനി പോളൻ ട്യൂബ് നേരെ ഓവറിയിൽ എത്തിക്കഴിഞ്ഞു. റീച്ചസ് ദ ഓവറി. ആഫ്റ്റർ റീച്ചിങ് ദ ഓവറി ഇറ്റ് എൻറ്റേഴ്സ് ദ ഒവ്യൂൾ ത്രൂ ദ മൈക്രോപൈൽ. ഓവറിയുടെ സ്ട്രക്ചർ, ഓവറി ആൻഡ് ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് മൈക്രോപൈലർ എൻഡ് ആൻഡ് ചെലാസൽ എൻഡ് ഉണ്ടെന്ന്. അപ്പോൾ ഈ മൈക്രോപൈലർ എൻഡിലെ ഫിലിഫോം എപ്പാരറ്റസ് വഴി മൈക്രോപൈലർ എൻഡിലുള്ള ഒരു സിനർജിഡിനകത്തേക്ക് ഇത് എൻറ്റർ ചെയ്യുന്നു. പോളൻ ട്യൂബ് എൻറ്റർ ചെയ്യുന്നു. These all processes are together referred to as pollen pistil interaction. പോളൻ ഗ്രെയിൻസ് ഒരു പിസ്റ്റിലിൻ്റെ സ്റ്റിഗ്മയിൽ വീഴുന്നത് മുതൽ പോളൻ ട്യൂബ് ഈ ഓവറിക്കകത്തോട്ട് എൻറ്റർ ചെയ്യുന്ന പ്രോസസ്സ് വഴി സിനർജിഡിനകത്തോട്ട് എൻറ്റർ ചെയ്യുന്ന ഈ പ്രോസസ്സ് വരെയാണ് പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then this is the picture. ഇവിടെ വീഴുന്ന ഇത് സ്റ്റിഗ്മയാണ്. സ്റ്റിഗ്മ, this elongated portion is called style and the basal portion is called ovary. The basal portion is called ovary. Then ഇവിടെ ഈ സ്റ്റിഗ്മയിൽ വീഴുന്ന ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള ഈ ഗ്ലോബുലർ സ്ട്രക്ചേഴ്സ് ആണ് പോളൻ ഗ്രെയിൻസ്. ഇവിടെ പോളൻ ഗ്രെയിൻസ്, കുറച്ച് പോളൻ ഗ്രെയിൻസ് വീണിട്ടുണ്ട്. ഈ സ്റ്റിഗ്മയുടെ പുറത്ത് വീണിട്ടുണ്ട്. ഇതിൽ ഒരു പോളൻ ഗ്രെയിൻ ഫങ്ഷണലാണ്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ ഇവിടുന്ന് പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്തു. പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. ഇത് സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈല് വഴി നേരെ ഓവറിയിലോട്ട് എത്തി. ഈ ഓവറിയിലെ ഇവിടെ സിനർജിഡ്സിൽ പോയി ഇറ്റ് റീച്ചസ് ദ ഓവറി ആൻഡ് ത്രൂ മൈക്രോപൈൽ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ദ സിനർജിഡ്, വൺ ഓഫ് ദ സിനർജിഡ്. ഇവിടെയുള്ള മൈക്രോപൈലർ എൻഡ് വഴി ഫിലിഫോം എപ്പാരറ്റസിൽ കൂടെ എങ്ങോട്ട് കയറി സിനർജിഡ്സിലോട്ട് ഈ പോളൻ ട്യൂബ്സ് എൻറ്റർ ചെയ്തു. ഇതാണ് ഇവിടെ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാം. Then next topic is artificial hybridization. In artificial hybridization, it is one of the major approaches of crop improvement program. Crop improvement പ്രോഗ്രാമിലുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം മീൻസ് നമ്മുടെ ക്രോപ്പിനെയൊക്കെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ പ്രോസസ്സുകളാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത്, ഇതിന് മേജറായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇവിടെ ഓൺലി ഡിസൈഡ് പോളൻ ഗ്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ പോളിനേഷൻ.
ഡിസൈഡ് ആയിട്ടുള്ള നല്ല പോളൻ ഗ്രെയിൻസ് മാത്രം നോക്കി പോളിനേറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ദി സ്റ്റിഗ്മ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം കണ്ടാമിനേഷൻ. ഇവിടെ നല്ല ഡിസൈഡ് പോളൻ ഗ്രെയിൻസ് നോക്കി പോളിനേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതുമാത്രമല്ല സ്റ്റിഗ്മയെ കണ്ടാമിനേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റും കൂടെ ചെയ്യുന്നുണ്ട്. കണ്ടാമിനേഷൻ മീൻസ് ഫ്രം അൺവാണ്ടഡ് പോളനിൽ നിന്നാണ് സ്റ്റിഗ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. മറ്റ് പുറത്തുനിന്നുള്ള ഡിസൈറബിൾ അല്ലാത്ത പോളൻ ഗ്രെയിൻസ് വീണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ആർട്ടിഫിഷ്യലായിട്ട് ഇതിനെ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ പോളിനേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ ഡിസൈഡ് പോളൻ ഗ്രെയിൻസ് ഒക്കെ വച്ച് പോളിനേറ്റ് ചെയ്യിപ്പിക്കുന്നതും ഈ സ്റ്റിഗ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് പ്രോസസ്സുകൾ വഴിയാണ്. അതിൽ 2 പ്രോസസ്സ് ഇവിടെ പഠിക്കാനുണ്ട്. റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദ ഫ്ലവർ ബഡ് ബിഫോർ ദ ആന്തർ ഡെഹിസസ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. ഒരു ഫ്ലവർ ബഡിനകത്തുള്ള ആന്തേഴ്സിനെ അത് മെച്യൂരിറ്റി എത്തുന്നതിന് മുൻപ് തന്നെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇമാസ്കുലേഷൻ ഒരു ഫോർസെപ്സ് വെച്ചിട്ടാണ് ഇമാസ്കുലേഷൻ ചെയ്യുന്നത്. ഫോർസെപ്സ് വെച്ച് ഈ ഫ്ലവർ ബഡിനെ, അതായത് ഓപ്പൺ ചെയ്യാത്ത ഫ്ലവർ ആയിരിക്കണം, അതായത് ഫ്ലവർ ബഡ് സ്റ്റേജ് ആയിരിക്കണം. ഈ ഫ്ലവർ ബഡിനെ പതുക്കെ ഓപ്പൺ ചെയ്ത് അതിനകത്തെ ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ് ഹാവ് ടു ബി കവേർഡ് വിത്ത് എ ബാഗ്, generally butter paper, to prevent contamination of its stigma with unwanted pollen is called bagging. ഇനി ഇമാസ്കുലേഷൻ കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട മറ്റൊരു പ്രോസസ്സാണ് ബാഗിങ്. ബാഗിങ് മീൻസ് ഈ ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവേഴ്സ് ഉണ്ട്, ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ്, ആന്തറിനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്ലവേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു കവർ വെച്ചിട്ട് കവർ ചെയ്യുന്നു. ബട്ടർ പേപ്പറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പോളിത്തീൻ ബാഗ്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പോളിത്തീൻ ബാഗ് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ ഫ്ലവറിനെ കവർ ചെയ്യുന്നു. ഇതെന്തിനാണ്? പുറത്തു നിന്ന് മറ്റ് ആന്തേഴ്സ് വന്ന് ഇതിനകത്തുള്ള സ്റ്റിഗ്മയിൽ വീണ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കവർ ചെയ്യുന്നത്. ഇങ്ങനെ ഈ കവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബാഗിങ് എന്ന് പറയുന്നത്. If the female flower is unisexual, then there is no need of emasculation. ഇനി ഇവിടെ നമുക്കിത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇമാസ്കുലേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഹെർമാഫ്രോഡൈറ്റ് അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഇമാസ്കുലേഷൻ ചെയ്യേണ്ടത്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരു ഫ്ലവറിൽ തന്നെ പ്രസൻ്റ് ആയിട്ടിരുന്നാൽ ഇരിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇമാസ്കുലേഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇമാസ്കുലേഷൻ്റെ ആവശ്യമില്ല. When the stigma of bagged flower attains receptivity, pollination is carried out using the desired pollen and the flower rebagged. ഇനി ഇമാസ്കുലേഷൻ ചെയ്തു, ഈ ഇമാസ്കുലേറ്റഡ് ഫ്ലവറിനെ നമ്മൾ ബാഗ് ചെയ്ത് വെച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ഡിസൈഡ് പോളൻ, ആദ്യമേ പറഞ്ഞതുപോലെ ഡിസൈഡ് പോളൻ ഗ്രെയിൻസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഡിസൈഡ് പോളൻസ് നല്ലൊരു മെയിൽ പാരൻറ്റിൽ നിന്ന്, ക്വാളിറ്റിയുള്ള നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു മെയിൽ പാരൻറ്റിൽ നിന്ന് ആന്തേഴ്സിനെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്ത് നമ്മൾ ഇതിലോട്ട് പോളിനേറ്റ് ചെയ്യിക്കുന്നു. ഈ സ്റ്റിഗ്മയുടെ പുറത്ത് ബാഗ് ചെയ്ത് വച്ചേക്കുന്ന ഈ ഫ്ലവറിൻ്റെ ബാഗ് അഴിച്ചു മാറ്റി അതിനകത്ത് ഡസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ പോളൻ ഗ്രെയിൻസിനെ ഈ സ്റ്റിഗ്മയിലോട്ട് കൊടുക്കുന്നു. ദെൻ ഇതിനെ റീബാഗ് ചെയ്ത് വീണ്ടും കവർ ചെയ്യുന്നു. അവിടെ വെച്ച് ഈ ബാഗിനുള്ളിൽ തന്നെ അത് ഫെർട്ടിലൈസേഷൻ നടന്ന് അവിടെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാഗിങ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ഇമാസ്കുലേഷൻ ആൻഡ് ദിസ് ഈസ് ദ ബാഗിങ്. ഇവിടെ ഇമാസ്കുലേഷൻ ഈ പിക്ചറിൽ ക്ലിയർ ആണല്ലേ. ഫ്ലവർ ബഡ് ഉണ്ടായിരുന്നു. ഈ ഫ്ലവർ ബഡിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഫോർസെപ്സ് വെച്ചിട്ട് ഈ സ്റ്റേമൻസിനെ റിമൂവ് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ഇവിടെ പിന്നെ ഈ സ്റ്റിഗ്മ മാത്രമേ ഉള്ളൂ. ഈ ആന്തറിനെ റിമൂവ് ചെയ്ത് സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ പിസ്റ്റിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്ലവറിനെ ഇതുപോലെ ബാഗ് ചെയ്ത് വയ്ക്കുന്നു. ഇങ്ങനെ ബാഗ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ മറ്റൊരു പോളൻ വേറൊരു മെയിൽ പാരൻറ്റിൽ നിന്ന് കളക്ട് ചെയ്ത്
ഈ ബാഗ് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് ഡസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ആ പോളൻ ഗ്രെയിൻസ്, മറ്റൊരു പ്ലാന്റിൽ നിന്നുള്ള ക്വാളിറ്റിയുള്ള പോളൻ ഗ്രെയിൻസ് ഇതിൽ ഡസ്റ്റ് ചെയ്യുന്നു. ദെൻ ഇത് വീണ്ടും റീബാഗ് ചെയ്ത് ഇതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ പോളിനേഷനും അടുത്തുള്ള ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനും അങ്ങനത്തെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. അടുത്തുള്ളത് ഇനി ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. അടുത്തുള്ളത് ഫെർട്ടിലൈസേഷൻ. ഇവിടെ നടക്കുന്ന ആൻജിയോസ്പേംസിൽ നടക്കുന്നത് ഒരു ഡബിൾ ഫെർട്ടിലൈസേഷൻ മെത്തേഡാണ്. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് നോക്കാം. After entering one of the synergids, the pollen tube releases the two male gametes into the cytoplasm of the synergids. പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷനിൽ അവസാനമായിട്ട് പഠിച്ചു നിർത്തിയത് എന്താണ്? ഒരു സിനർജിഡിനകത്ത്, വൺ ഓഫ് ദ സിനർജിഡിനകത്ത് എന്ത് എൻറ്റർ ചെയ്യുന്നു? പോളൻ ട്യൂബ് എൻറ്റർ ചെയ്യുന്നു. ഇങ്ങനെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോളൻ ട്യൂബിലുണ്ടായിരുന്ന 2 മെയിൽ ഗമീറ്റ്സും അതിൻ്റെ സൈറ്റോപ്ലാസവും എങ്ങോട്ട് പോകുന്നു? ഈ സിനർജിഡിനകത്തോട്ട് പോകുന്നു. One of the male gamete moves towards the egg cell and fuses with its nucleus, thus completing the syngamy. ഇതിൽ ഒരു മെയിൽ ഗമീറ്റ് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പ്രോസസ്സിൽ പറഞ്ഞതാണ്, ഈ പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ പോളൻ ഗ്രെയിനിന് അകത്തുള്ള കണ്ടൻസ് അത് എല്ലാം എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? പോളൻ ട്യൂബിനകത്തോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ പോളൻ ട്യൂബ് നേരെ സിനർജിഡിനകത്ത് എൻറ്റർ ചെയ്യുന്നു. ഈ പോളൻ ട്യൂബ് വഴി വരുന്ന ഇതിൻ്റെ കണ്ടൻസ്, ഈ പോളൻ ഗ്രെയിൻസിൽ ഉണ്ടായിരുന്ന ന്യൂക്ലിയസ്, മെയിൽ ഗമീറ്റ്സ് ഒക്കെ നേരെ ഈ സിനർജിഡ്സ് വഴി ഒവ്യൂളിനകത്ത് കയറുന്നു. ഇനി ഇതിലുള്ള ഒരു മെയിൽ ഗമീറ്റ്, 2 മെയിൽ ഗമീറ്റ്സ് അതിലുള്ള ഒരു മെയിൽ ഗമീറ്റ് എഗ് സെല്ലിൻ്റെ അടുത്ത് പോയി സിനർജിഡ്സിൻ്റെ കൂടെ പ്രസൻ്റ് ആയിട്ടുള്ള എഗ് സെല്ലുണ്ട്. ഈ എഗ് സെല്ലിൽ പോയി ഫ്യൂസ് ചെയ്ത് അവിടെ ഒരു സിൻഗമി നടക്കുന്നു. അതിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സിൻഗമി. അപ്പോൾ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്ത് സിൻഗമി നടക്കുന്നു. ദിസ് റിസൾട്ട്സ് ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് അവിടെ ഫോം ചെയ്യുന്നു. എഗ്ഗിൻ്റെ ന്യൂക്ലിയസും വന്ന മെയിൽ ഗമീറ്റിൻ്റെ ന്യൂക്ലിയസും 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ചേർന്നിട്ട് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഡിപ്ലോയിഡ് 2n സൈഗോട്ട് ഫോം ചെയ്യുന്നു. ദെൻ ദ അതർ മെയിൽ ഗമീറ്റ് മൂവ് ടുവേർഡ്സ് ദ 2 പോളാർ nuclei located in the central cell and fuses with them to produce a triploid primary endosperm nucleus. ഇനി ഒരു മെയിൽ ഗമീറ്റാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്തത്. ഇനി ബാലൻസ് ഉള്ള മറ്റൊരു മെയിൽ ഗമീറ്റ് നേരെ നമ്മുടെ സെൻട്രൽ സെല്ലായ പോളാർ ന്യൂക്ലിയൈ ഉണ്ടല്ലോ, സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയൈ പ്രസൻ്റ് ആണ്. ഈ 2 ന്യൂക്ലിയയുമായിട്ട് നമ്മുടെ ബാക്കിയുള്ള ബാലൻസ് ഉള്ള ഒരു മെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ സെൻട്രൽ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് അവിടെ ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, അതായത് PEN പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. അത് ട്രിപ്ലോയിഡ് ആണ്, 3n. അതായത് സെൻട്രൽ സെല്ലിലുള്ള 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസും പിന്നെ ഈ മെയിൽ ഗമീറ്റിൻ്റെ ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസും കൂടെ ചേർന്ന് 3n ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ഫ്യൂഷൻ ഓഫ് 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഈസ് ടേംഡ് as ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഫ്യൂഷൻ ഓഫ് 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഈസ് ടേംഡ് as ട്രിപ്പിൾ ഫ്യൂഷൻ. മുൻപ് പറഞ്ഞത് ആദ്യം നടന്ന പ്രോസസ്സ് സിൻഗമി ആയിരുന്നു. സൈഗോട്ട് ഫോം ചെയ്യാൻ വേണ്ടി നടന്ന പ്രോസസ്സാണ് സിൻഗമി. എഗ് സെല്ലിലെ ന്യൂക്ലിയസും ഒരു മെയിൽ ഗമീറ്റിലെ ന്യൂക്ലിയസും കൂടെ ചേർന്ന് സിൻഗമി നടന്നു. ഇവിടെ ഒരു മെയിൽ ഗമീറ്റിൻ്റെ ന്യൂക്ലിയസും ഒവ്യൂളിൻ്റെ സെൻട്രൽ സെല്ലിലെ 2 പോളാർ ന്യൂക്ലിയയും കൂടെ, 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയയും കൂടെ ചേർന്നിട്ട് 3n ആയ ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്തു. ഈ പ്രോസസ്സിനെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞത്. ഇനി സിൻസ് 2 types of fusion, that is syngamy and triple fusion, takes place in an embryo sac, the phenomenon is termed as double fertilization. 2 പ്രോസസ്സ് നടന്നത് കാരണം ഈ ഫിനോമിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. അതായത് സിൻഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും ഒരുമിച്ച് നടക്കുന്നത് കാരണം അതിനെ
ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. This is double fertilization. Then, the central cell after triple fusion becomes the primary endosperm cell and develops into the endosperm, while zygote develops into an embryo. ഇങ്ങനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ സെല്ലിൽ ഒരു പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ഫോം ചെയ്തിരുന്നു. ഇത് പ്രൈമറി എൻഡോസ്പം സെല്ലായിട്ട് മാറുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അത് എൻഡോസ്പേം ആവുന്നു. ടോട്ടൽ എൻഡോസ്പേം ആയിട്ട് ഫോം ചെയ്യുന്നു. ഇനി ഇവിടെ ഡെവലപ്പ് ചെയ്ത സൈഗോട്ട്, എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു. ഈ സൈഗോട്ട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു? എംബ്രയോ ആയിട്ട് ഫർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ഈ പിക്ചറിൽ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡീജനറേറ്റിംഗ് സിനർജിഡ്സ് ഉണ്ട്. ഇവിടെ ഒരു സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. ഒരു എഗ്ഗും 2 സിനർജിഡ്സുമാണ് മൈക്രോപൈലാർ എൻഡിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ എഗ്ഗുമായിട്ട് ഒരു മെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള സിനർജിഡ്സ് എന്ത് ചെയ്യുന്നു? ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പ്രൈമറി എൻഡോസ്പേം സെൽ, അതായത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അത് പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്തു. അത് പിന്നെ ഇവിടെ ടോട്ടലായിട്ടുള്ള ഒരു മാസ് എൻഡോസ്പേം ആയിട്ട് ഫോം ചെയ്യുന്നു. ദെൻ ഇവിടെ താഴെ ചലാസൽ എൻഡിൽ നോക്കിയാൽ ആൻറ്റിപോഡൽ സെൽസ് ഡീജനറേറ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ദെൻ ദിസ് ഈസ് ദ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.